നമസ്കാരം, ശ്രീജിത്താണേ. അപ്പോൾ ഞാനിപ്പം വരാൻ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഇടുക്കിയിൽ ഇപ്പം നല്ല ക്ലൈമറ്റാണ്, നല്ല തണുപ്പാണ്, നല്ല മഴയാണ്. അപ്പോൾ മറ്റുള്ള ജില്ലക്കാർ നോക്കുമ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് യാത്ര ചെയ്യുന്നുണ്ട്. എൻ്റെ കൂട്ടുകാരെ സഹിതം ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അങ്ങോട്ട് വരട്ടെ, ഇപ്പോൾ നല്ല ക്ലൈമറ്റ് ആണോ എന്ന് ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പം പ്രധാനമായിട്ടും വരാൻ തന്നെ കാരണം, ഒരു കാരണവശാലും നിങ്ങൾ ഇങ്ങോട്ട് വരില്ലേ, വീട്ടിൽ തന്നെ ഇരിക്കുക. ഇടുക്കിയിലോട്ടുള്ള യാത്ര പരമാവധി ഒഴിവാക്കുക. ഇടുക്കി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മഴയാണ്, അതുപോലെ തന്നെ കാറ്റിപ്പോൾ തുടങ്ങിയേക്കാണ്. ഈ മഴ മാത്രമല്ല, ചെറിയ മഴ മാത്രമല്ല, ഭയങ്കര കാറ്റാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഉള്ളൊരു മെയിൻ പ്രോബ്ലം എന്നല്ല, ഒരു ഭയങ്കര ആഗ്രഹമാണ് നമ്മുടെ ഇടുക്കിയിലേക്ക് വരുവാണെങ്കിൽ നല്ല തണുപ്പ്, നല്ല ക്ലൈമറ്റിന് വേണ്ടി ഓടിയെത്തുന്നതാണ്. പക്ഷേ വലിയൊരു ദുരന്തത്തിലേക്കായിരിക്കും നിങ്ങൾ ഓടിയെത്തുന്നത്. അതുകൊണ്ട് ദൈവത്തിനെ ഓർത്ത് ഇപ്പോൾ നിങ്ങൾ യാത്ര ചെയ്യരുത്. പ്രത്യേകിച്ച് കുമളി, അതായത് തേക്കടി, മൂന്നാർ, വാഗമണ്ണ് എന്നീ സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ പരമാവധി ഇപ്പം യാത്ര ഒഴിവാക്കണം. ഇതന്നെ ഞാനിപ്പം ഇതന്നെ ഇവിടെ എല്ലാം നല്ല മഴയുണ്ട്, മൊത്തം മഴ പെയ്ത് നിർത്തിയേക്കുവാണ്. ഇപ്പോൾ ഒരു കാറ്റിനും ശകലം ശമനമുണ്ട്. എന്നാൽ പോലും നമുക്ക് നമുക്കതൊരു ഭയങ്കര, നമുക്ക് വീട്ടിൽ കിടന്നുറങ്ങാൻ നേരത്താണല്ലോ ഈ കാറ്റിൻ്റെ സൗണ്ട് എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇപ്പോഴും നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ക്യാമറയിൽ കാണാവോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല കറക്റ്റായിട്ട്. കണ്ടോ, കാറ്റ് കണ്ടോ, കാണാവോ? നിങ്ങൾക്ക് കാണാൻ സാധിക്കും തോന്നുന്നു. കാറ്റിൻ്റെ സൗണ്ട് കേൾക്കാവോ? അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് ദൈവത്തിനെ ഓർത്ത് നിങ്ങൾ ഇങ്ങോട്ടുള്ള യാത്ര പരമാവധി ഒഴിവാക്കുക. തന്നെയല്ല, തേക്കടിയിൽ നമുക്ക് പോകണമെങ്കിൽ കുമളി വന്നിട്ട് വേണം പോകാൻ. അപ്പോൾ കുമളിയിൽ ഇന്നലെ വൈകിട്ട് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അരയൊപ്പം, അതായത് കുമളി ടൗണിൽ അരയൊപ്പം വെള്ളമാണ്. അതിതുവരെ താഴ്ന്നിട്ടില്ല. അപ്പം നിങ്ങളിപ്പോൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുന്ന അത്ര നമുക്ക് നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. തന്നെയല്ല, ഇവിടുത്തെ പോലീസുകാരാണെങ്കിലും മറ്റ് നിയമ സംവിധാനങ്ങളാണെങ്കിലും നിങ്ങളെ റൂമിൽ നിന്ന് വെളിയിലോട്ട് ഇറക്കാൻ മേലാത്ത ഒരു അവസ്ഥയിലേക്ക് തന്നെ പോകും. തന്നെയല്ല, നമ്മുടെ വീടിൻ്റെ ഓപ്പോസിറ്റുള്ള 2 റിസോർട്ടുകളുണ്ട്. ആ റിസോർട്ടുകളിലൊക്കെ ഇപ്പോൾ ആൾ കുറവാണ്. അപ്പോൾ തന്നെയല്ല, നിങ്ങൾ ദൈവത്തിനെ ഓർത്ത് ഇപ്പം കുമളിയിലോട്ട് അല്ലെങ്കിൽ ഇടുക്കിയിലോട്ടുള്ള യാത്ര പരമാവധി ഒഴിവാക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുമാത്രമല്ല, നിങ്ങൾ അവിടുന്ന് നമുക്ക് ഇടുക്കിക്ക് വരുവാണെങ്കിൽ, ഹൈ റേഞ്ചിലേക്ക് വരുവാണെങ്കിൽ പാലായിൽ നിന്ന് വാഗമണ്ണ് വഴി വേണം വരാൻ. അതും ഭയങ്കര ഡേഞ്ചറാണ്. തന്നെയല്ല, മറ്റ് വേറൊരു വഴിയുണ്ടെങ്കിൽ നമുക്ക് മുണ്ടക്കയം വഴിയാണ്, മുണ്ടക്കയം കുട്ടിക്കാനം വഴിയാണ്. അതും നമുക്ക് ഡേഞ്ചറാണ്. കാരണം ഇപ്പോൾ ഈ സമയം എന്ന് പറഞ്ഞാൽ ഒരുപാട് ലാൻഡ് സ്ലൈഡൊക്കെ നടക്കുന്ന സമയമാണ്. നല്ല മഴയാണ് കേട്ടോ, നല്ല മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ലാൻഡ് സ്ലൈഡൊക്കെ നടക്കുന്ന സമയമാണ്. അപ്പം ഈ സമയം നിങ്ങൾ പരമാവധി ഹൈ റേഞ്ചിലോട്ട് യാത്ര ചെയ്യാതിരിക്കുക. മറ്റെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാനതിന് റിപ്ലൈ തരാം. എപ്പോഴാണ് ഇവിടുത്തെ ക്ലൈമറ്റ് ഒന്ന് ശാന്തമാകുന്നത്, മഴ ശാന്തമാകുന്നത്, ഇതെല്ലാം മഴ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഓക്കെ, ഞാൻ വീട്ടിലേക്ക് ആയിരുന്നു. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം കേട്ടോ. ഓക്കെ, ബൈ.